നമ്മുടെ ലോഡ്ജിൽ നിന്ന് ബൈക്ക് റെൻറ്റിലാണ് എടുത്തത്. നേരെ പോകുന്നത് ഊട്ടിയിലാണ്. അപ്പോൾ ഇനി ഊട്ടിയിലുള്ള വിശേഷമായിട്ട് കാണാം. ഞാൻ ഊട്ടിയിലോട്ട് പോയ വഴി പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ കോയമ്പത്തൂരിലാണ് വന്നത്. കോയമ്പത്തൂരിൽ നിന്ന് നേരെ മേട്ടുപ്പാളയം, നേരെ ഊട്ടിയിലോട്ടാണ് കേട്ടോ. കാന്തിപുരത്തായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇൻ കേസ് നിങ്ങൾ കാന്തിപുരത്തിലാണെങ്കിൽ എപ്പോഴും ഊട്ടിയിലോട്ട് പോകേണ്ട ബസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ചെമ്പിൽ തരുന്നതാണ് കമ്മങ്കൂള്. ഇത് പോണ വഴിക്ക് കിട്ടും. അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അത് മോര്, ഇതൊക്കെ ഈ സംഭവമൊക്കെ ഈ കൂളിനോട് നമുക്ക് തൊട്ട് കഴിക്കാനുള്ള സംഭവമാണ് കേട്ടോ. മോരൊക്കെ ഒഴിച്ചാൽ തരുന്നത്. കരിക്കും വെള്ളമൊക്കെ കാണും. ഇനി അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇവിടെ നിന്നാണ് ഊട്ടിയുടെ നമ്മുടെ എൻട്രി പോയിൻ്റായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട്. മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങുകയാണ്. കൂടെ ചെറിയ മഞ്ഞും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഒരു 14 വളവും അതുപോലെ തന്നെ മണിക്കൂറിൽ കണക്ക് വെക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ ഊട്ടിയുടെ ഏകദേശം ഹിൽ പോയിന്റിലേക്ക് എത്തും. ഇടയ്ക്കൊക്കെ കുറേ ഹോട്ട് ചോക്ലേറ്റും ടീയും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ആദ്യത്തെ പ്ലേസായി നമ്മൾ ചൂസ് ചെയ്തത് ബോട്ട് ഹൗസാണ്. അപ്പോൾ അവിടേക്കാണ് പോയത്. അവിടെ ടിക്കറ്റുണ്ട്. ഒരാൾക്ക് 50 കുഞ്ഞുകുട്ടികൾക്കില്ല. ഇതാ കൗണ്ടറിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എൻട്രിയിൽ കയറുമ്പോൾ തന്നെ ബേബി ഫീഡിങ് റൂമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് കാണാൻ പറ്റി. കാരണം അത് അത്യാവശ്യമാണ് നമുക്ക് പൊതുസ്ഥലത്ത് പോകുമ്പോൾ. അത് ഇവിടെ കാണാൻ പറ്റും. എൻട്രി പോയിൻ്റ് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ വിശാലമായ ഗാർഡനിങ്ങും അതുപോലെ തന്നെ നമുക്ക് വിശ്രമിക്കേണ്ട സ്ഥലങ്ങളും അതുപോലെ തന്നെ ബോട്ടിങ്ങാണ് ഇവിടെ നടക്കുന്നത്. വിവിധ റേഞ്ചിൽ വിവിധ ടൈപ്പായിട്ടുള്ള ബോട്ടിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 500-ൻ്റെ ഒരു ചെറിയ ഫാമിലി പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാഗിൽ ഫോണായിപ്പോയി, അത് പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. ഈ ബോട്ടിംഗ് സ്പോട്ടിൽ വരുമ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിങ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ ഉടനെ തന്നെ എടുത്ത് ഫ്രെയിം ചെയ്ത് തരുന്ന മെത്തേഡും ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കാണാനുള്ളത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഒരു ഹൊററായിട്ടുള്ള 3D എഫക്റ്റ് വ്യൂ കാണാനുണ്ട്. ബോട്ടിങ്ങും കാണാറുണ്ട്. നമുക്ക് അകത്ത് പോകുമ്പോഴത്തേനും ഗാർഡനിങ്ങും അതുപോലെ തന്നെ ലാക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒരു പോയിൻ്റ് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്ത് തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ലാക്ക് വ്യൂവിൻ്റെ ബീച്ച് പോയിന്റിലോട്ട് ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ ഫുൾ ചുറ്റുമുള്ളത് എന്ന് വെച്ചാൽ ആ പാർക്ക്, അതുപോലെ തന്നെ ഈ അഡ്വഞ്ചറിങ് നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ ബോട്ടിങ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് മുകൾ ഭാഗത്ത് നമുക്കിങ്ങനെ നിൽക്കാൻ കണക്കിന് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് കാണാൻ പറ്റി കേട്ടോ. നമ്മുടെ ഗാർഡനിങ്ങും അതിൻ്റെ സൗന്ദര്യവും ഒത്തിരി ഫോട്ടോ ഷൂട്ടുകളും ഒത്തിരി നടക്കുന്ന ഒരു പ്ലേസാണ് ഇവിടെ കേട്ടോ. പാർക്ക്, ഒത്തിരി കുഞ്ഞുകുട്ടികളും മുതിർന്നവരും അതുപോലെ തന്നെ ഒത്തിരി പേരിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇതാ കാണുന്നത് കേട്ടോ.
ഊട്ടിയിലെ ബോട്ടിംഗ് വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും ഈ ലാക്കിൻ്റെ സൈഡിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഊട്ടിയിലെ ബോട്ടിംഗ് പോയിന്റ് ലാക്ക് പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പുറത്ത് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, പൈൻ ട്രീ ഫോറസ്റ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ചോക്ലേറ്റ് ഫാക്ടറി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സി യു.